ഹായ് ഗൈസ്, അപ്പോൾ ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോണത് ചപ്പാത്തിയും മുട്ട റോസ്റ്റും ആണ് കേട്ടോ. അപ്പോൾ ഞാൻ മുട്ട റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 5 മുട്ടയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഗ്യാസിൽ പാൻ വെച്ച് മുട്ട ഇട്ട് കൊടുത്തിട്ട് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കത് തിളപ്പിക്കാൻ വെക്കാം. ഒരു 10 മിനിറ്റ് അവിടെ കിടന്ന് തിളച്ചോട്ടെ. ഗ്യാസ് കത്തിച്ച് കൊടുത്ത് തിളപ്പിക്കാം. ഇനി നമുക്ക് ചപ്പാത്തിക്കുള്ള ബാറ്റർ തയ്യാറാക്കാം. ഇപ്പുറത്തെ ഗ്യാസിൽ ഞാനൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക. മാവ് കുഴക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. വെള്ളം നല്ല തിളക്കുമ്പോൾ ഉപ്പിട്ട് കൊടുക്കുക. ഒരു 1/2 സ്പൂൺ ഉപ്പ്, ഒരു മൂടി ഓയിൽ ഒഴിച്ച് കൊടുക്കണം. ഞാനിവിടെ ഓയിൽ ഒഴിച്ചിട്ടില്ല, മറന്നതാണ്. ഓയിൽ ഒഴിച്ച് കൊടുക്കുക. നമ്മളിവിടെ റേഷൻ കടയിൽ നിന്ന് കിട്ടിയ ഗോതമ്പ് പൊടി എടുത്തിട്ടുള്ളത്. ഞാൻ അത് അരിച്ചിട്ട് പിന്നെ ഈ പാക്കറ്റിലാക്കി വെച്ചതാണ്. ഇപ്പോൾ ആ പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ചിലർ പറയുന്നുണ്ട് റേഷൻ കടയിൽ നിന്ന് കിട്ടിയ പൊടി കൊണ്ട് ചപ്പാത്തി ഉണ്ടാക്കിയാൽ ബലം വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊന്നുമില്ല, നല്ല സോഫ്റ്റ് ചപ്പാത്തി കേട്ടോ. അപ്പോൾ നമ്മൾ മാവ് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആ കോഴിമുട്ടക്കുള്ള വെള്ളം തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ചപ്പാത്തിക്കുള്ള മാവ് നമ്മൾ നിലത്ത് ടൈൽസിൽ വെച്ചിട്ടാട്ടോ ഞാൻ കുഴച്ചെടുക്കൽ. എനിക്ക് അങ്ങനെ ചെയ്താലേ ശരിയാവുള്ളൂ. അപ്പോൾ നമ്മൾ ആ നിലം നല്ല തുടച്ചിട്ട് മാവ് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ കുഴച്ചെടുക്കണം കേട്ടോ. കയ്യിൽ തുള്ളി ഓയിലാക്കിയിട്ട് കുഴച്ചിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റായി കിട്ടും കേട്ടോ. അപ്പോൾ കുറേ നേരം കുഴക്കേണ്ട ആവശ്യമില്ല, നല്ലപോലെ സോഫ്റ്റായി കിട്ടും. പത്തിരിക്കുള്ള കുഴ ആവും വേണ്ട, ഒരു പാകത്തിന്. അപ്പോൾ കുറച്ച് ഞാൻ കുഴച്ചെടുത്ത് ഞാൻ അവിടെ കുറച്ച് മാവ് എടുത്തിട്ടുള്ളൂ. എന്നിട്ട് എന്നാൽ തന്നെ കുറേ ചപ്പാത്തി ഉണ്ടാക്കാം കേട്ടോ ഇതിൽ. ഇനി ഇത് ഓരോ ഉരുളകളായിട്ട് ഇത് ഞാൻ ഇവിടെ പരത്തി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് ഓയിൽ പരത്തി ചൂടുകയാണെങ്കിൽ നല്ലപോലെ സോഫ്റ്റായി വരും കേട്ടോ. ഇനി ഞാനിവിടെ ഓരോ ഉരുളകളാക്കിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. അങ്ങനെ എല്ലാതും ഓരോ ഉരുളാക്കിയിട്ട് നമുക്ക് മാറ്റി വെക്കാം. എന്നിട്ട് ഒരു 5 മിനിറ്റ് അവിടെ അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ചിലർ ഓയിൽ അതിൻ്റെ മേലെ തടവി കൊടുക്കലുണ്ട് കേട്ടോ. ഇങ്ങനെ ഉരുളകളാക്കി വെച്ചിട്ട് അതിൻ്റെ മേലെ ഞാൻ കണ്ടിട്ടുണ്ട് കുറേ അങ്ങനെ ഉരുളകളാക്കി വെച്ചിട്ട് അതിൻ്റെ മേലെ ഓയിൽ കൊണ്ട് ഇങ്ങനെ തടവി കൊടുക്കണത്. ഇനി ഞാൻ അവിടെ ടൈൽസിൽ വെച്ചിട്ട് തന്നെ പരത്തുന്നത് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഇതിലൊരു അടിപൊളി ട്രിക്ക് ഉണ്ട് കേട്ടോ. ഞാൻ അതിന് ജോലിക്ക് പോകണവർക്കൊക്കെ അടിപൊളിയാട്ടോ ഇത് ഉണ്ടാക്കാൻ. ഞാനിവിടെ അരിപ്പൊടിയാണ് ഇത് പരത്താനൊക്കെ എടുത്തിട്ടുള്ളത്. അരിപ്പൊടി എടുത്തിട്ടുണ്ടെങ്കിൽ മാവ് ഒട്ടി പിടിക്കൂല, അതേപോലെ പരത്തണ സമയത്ത് നിലത്ത് ഒട്ടി പിടിക്കൂല, വേഗം പരത്തിയെടുക്കാനും പറ്റും കേട്ടോ. അവിടെ ജോലിക്കൊക്കെ പോകണവർക്ക് ഇത് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ തലേ ദിവസം ജോലിക്ക് പോകുന്ന സമയത്ത് ഉണ്ടാക്കാൻ നല്ല എളുപ്പമാട്ടോ. അപ്പോൾ ഞാൻ അരിപ്പൊടി എടുത്തിട്ട് ഞാനിങ്ങനെ കാട്ടൽ, ഞാൻ തിരക്കിട്ട സമയത്തൊക്കെ ആണെങ്കിൽ തലേ ദിവസം ഇതുപോലെ ചപ്പാത്തി പരത്തിയിട്ട് അരിപ്പൊടി കൊണ്ടാണ് പരത്തി. ഇനി ഒരാഴ്ച വെച്ചാൽ ഈ അരിപ്പൊടി കൊണ്ട് പരത്തുകയാണെങ്കിൽ ഒട്ടിപ്പിടിക്കൂല. മറ്റേത് ഗോതമ്പ് പൊടി കൊണ്ട് നമ്മൾ പരത്തിയിട്ടുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം ആകുമ്പോഴത്തേനും ഒട്ടൽ തുടത്തും. പിന്നെ അതിൻ്റെ പിറ്റേ ദിവസം ആകുമ്പോഴത്തേനും ഒന്നിനും പറ്റില്ല, കൊളക്കട്ട പോലെ ആയിട്ടുണ്ടാവും. അപ്പോൾ ഈ അരിപ്പൊടി കൊണ്ട് ചെയ്യുകയാണെങ്കിൽ ഒരാഴ്ച വരെ പോകും. ഒരാഴ്ച വരെ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കലില്ല, എന്നാലും അരിപ്പൊടി കൊണ്ട് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ വെക്കാൻ പറ്റുമെന്ന് പറയാം. നമ്മൾ അരിപ്പൊടി കൊണ്ട് എല്ലാ ഉരുളകളും ഇനി പരത്തിയിട്ട് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അരിപ്പൊടി ആകുമ്പോൾ ഒട്ടുമൊന്നുമില്ല കേട്ടോ. കണ്ടവങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ട്, എല്ലാം നല്ലപോലെ തിരിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. ഗോതമ്പ് പൊടിയോട്ട് തന്നെ ആവുമ്പോൾ തീരെ ഇതുണ്ടാവില്ല, നല്ല ഒട്ടിപ്പിടിക്കലാവും. അങ്ങനെ എല്ലാ ചപ്പാത്തി പരത്തി എടുത്തിട്ടുണ്ട് കണ്ടോ. അരിപ്പൊടി ഉണ്ടാകുമ്പോൾ നല്ല സോഫ്റ്റും ഉണ്ടാവും കേട്ടോ. ഇനി നമുക്ക് ഗ്യാസ് കത്തിച്ചിട്ട് പാനിൽ ഓരോന്നായിട്ട് ചുട്ടെടുക്കാം. ഗ്യാസ് ചൂടാവട്ടെ, എന്നിട്ട് നമുക്ക് ഓരോ ചപ്പാത്തി ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. ഇനി നമ്മൾ ഓരോ ചപ്പാത്തി ആയിട്ട് ഇതിന്ന് ചുട്ടെടുക്കാം കേട്ടോ. വേണമെങ്കിൽ എണ്ണ തടവി കൊടുക്കുക, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക. ഞാനിവിടെ ഒരു ചപ്പാത്തി വീഡിയോക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എണ്ണ തടവി കൊടുക്കാം കേട്ടോ.
ഇനിയിപ്പോൾ എണ്ണ തടവിയിട്ടില്ലെങ്കിലും എണ്ണ തടവിയാലും നല്ല സോഫ്റ്റ് ഉണ്ടാവും കേട്ടോ. ചപ്പാത്തി പഞ്ഞി പോലെ കിട്ടും ചപ്പാത്തി ഇതേപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ. ഞാനെപ്പോഴും ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ എങ്ങനെ കേട്ടോ ചെയ്യാറ്. നമ്മളൊരു ചപ്പാത്തി ചുട്ടെടുത്തിട്ടുണ്ട്, അടുത്ത ചപ്പാത്തി അത് ഇട്ടിട്ടുണ്ട്, അതും റെഡിയായി വന്നിട്ടുണ്ട്. നല്ല പൊന്തി വരും കേട്ടോ, നല്ലപോലെ പൊന്തി വരും. ഇങ്ങനെ കട്ടിയില്ലാതെ പരത്തിയെടുത്തിട്ട് ചുടുകയാണെങ്കിൽ കണ്ടോ ഇതുപോലെ ചപ്പാത്തി കിട്ടും. നല്ല സോഫ്റ്റ് ഉണ്ട്, നല്ല പഞ്ഞി പോലത്തെ കിട്ടും. ഇനി നമുക്ക് മുട്ട റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഇതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ചപ്പാത്തി നമ്മൾ റെഡിയാക്കി അവിടെ വെച്ചിട്ടുണ്ട്. ഇനി മുട്ട റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക, എന്നിട്ട് വലിയ ഉള്ളി ഇട്ട് കൊടുക്കുക. ഞാൻ 2 വലിയ ഉള്ളിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിലേക്ക് പച്ചമുളക്, കറിവേപ്പില, ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പിട്ട് കൊടുക്കണത് നല്ലപോലെ വഴണ്ടി വരാനാട്ടോ, നല്ല ഗോൾഡൻ കളർ ആവരുത്. മുട്ട റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ഉള്ളി നല്ല ഗോൾഡൻ കളറിൽ ആക്കരുത്. ഉപ്പിട്ട് കൊടുത്താൽ ഒന്ന് കുഴഞ്ഞ് വരും, ആ കുഴഞ്ഞ രൂപത്തിൽ ആക്കിയാൽ മതി. നമ്മൾ കറിവേപ്പിലയും പച്ചമുളകും വലിയ ഉള്ളിയും കടുകും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു 1-2 മിനിറ്റ് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തിട്ട് ഒന്നിങ്ങോട്ട് കുഴഞ്ഞ് വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കുറച്ച് നേരം ഇളക്കണം കേട്ടോ. അതിൻ്റെ ആ പച്ചമണവും അതിൻ്റെ അകത്തൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ഇളക്കണത്. ഇതൊരു 1 മിനിറ്റ് ഇളക്കി കൊടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതൊക്കെ പിന്നെ മുളക് പൊടി, അടി പിടിക്കാൻ പറ്റില്ല കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അടി പിടിക്കും. ഇനി നമുക്ക് ഇതൊക്കെ മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി മഞ്ഞൾപ്പൊടി മാത്രമേ ഞാനിതിൽ ഉപയോഗിക്കണുള്ളൂ കേട്ടോ. ചിലതിൽ മല്ലിപ്പൊടി ഇടലുണ്ട്, മുളക് പൊടി മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടി ഇടണോലും ഉണ്ട്, അത് കൂടാതെ ഗരം മസാല ഇടണോലുണ്ട്. ഇങ്ങനെ ഉണ്ടാക്കിയാലാണ് എനിക്ക് ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത്. അങ്ങനെ ഉണ്ടാക്കുമ്പോൾ എനിക്ക് ഇത്ര ടേസ്റ്റ് അതിനുണ്ടാവലില്ല. അപ്പോൾ മുളക് പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി, എന്നിട്ട് ആ പൊടി ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണം ഒന്ന് മാറണ വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതൊക്കെ തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ. തക്കാളി ഇട്ട് കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് നമുക്കിത് മൂടി വെച്ച് വേവിക്കാനുണ്ട്. തക്കാളി ഇട്ട് കൊടുത്തിട്ട് അത് ഒന്ന് തക്കാളി കയ്യിൽ മിക്സ് ചെയ്താവാൻ വേണ്ടിയിട്ട് ഒന്ന് കുഴഞ്ഞ് വരാൻ വേണ്ടിയിട്ട് നമുക്കൊരു തുള്ളി വെള്ളം അതിൽ ഒഴിച്ച് കൊടുത്തിട്ട് മൂടി വെച്ച് വേവിക്കണം. ഞാൻ അതിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, പക്ഷേ വീഡിയോയിൽ ഞാൻ അത് കാണിച്ചിട്ടില്ല. ആ മൂടി വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് നമുക്കത് വേവിച്ചെടുക്കാണ്ട്. ഇതിപ്പോൾ നല്ലപോലെ തക്കാളിയൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ, വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. നല്ലപോലെ കുഴഞ്ഞ് ഒരു കുഴമ്പ് രൂപത്തിലായിട്ടുണ്ട്. ഉള്ളിയും തക്കാളിയും എല്ലാതും ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി നമ്മൾ വേവിച്ച് വെച്ച കോഴിമുട്ടല്ലേ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക്. ഇനി ആ കോഴിമുട്ടയുടെ മേലെ കൂടി ആ മസാലയൊക്കെ ഒന്ന് ഇട്ടിട്ട് ഒന്ന് മൂടി വെക്കുക. 1 സെക്കൻഡ് 2 സെക്കൻഡ് ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് മൂടി വെച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ മേലെ കൂടി ചെറിയൊരു മൂടിയിൽ വെളിച്ചെണ്ണ ഒന്ന് തൂവി കൊടുത്തിട്ടുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റ് കേട്ടോ. അത് ചപ്പാത്തിക്ക് ഇത് എത്ര കഴിച്ചാലും മതിയാവില്ല കേട്ടോ, അത്ര ടേസ്റ്റാണത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. ഓക്കെ, ബൈ ബൈ. സബ്സ്ക്രൈബ് ചെയ്യാൻ